properties. Certain properties of dilute solution containing non-volatile solute not depend upon the nature of the solute dissolved, but depend only on the number of particles of the solute present in the solution. അപ്പോൾ ഈ ഒരു ഡൈല്യൂട്ട് സൊല്യൂഷനിൽ, അതായത് നോൺ വോളറ്റൈൽ ആയിട്ടുള്ള സൊല്യൂട്ടുള്ള ഡൈല്യൂട്ട് സൊല്യൂഷൻസിൽ അതിൻ്റെ നേച്ചർ, ആ ഒരു സൊല്യൂഷനിൽ സൊല്യൂട്ടിൻ്റെ നേച്ചർ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടാവില്ല, പക്ഷേ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ്, ആ ഒരു സൊല്യൂഷനിലുള്ള സൊല്യൂട്ടിൻ്റെ നമ്പർ ഓഫ് പാർട്ടിക്കിൾസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അങ്ങനെയുള്ള പ്രോപ്പർട്ടീസാണ് കോളിഗേറ്റീവ് പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത്. ഈ കോളിഗേറ്റീവ് എന്ന് പറയുന്ന വേർഡ് ലാറ്റിൻ വേർഡിൽ നിന്നാണ്, ലാറ്റിൻ നെയിമിൽ നിന്നാണ് വന്നത്. ലാറ്റിനിൽ കോ എന്ന് പറയുമ്പോൾ ടുഗെദർ, ഓക്കെ, കോളിഗേറ്റീവിലെ കോ എന്ന് പറയുമ്പോൾ ടുഗെദർ ആണ്. ലിഗേന എന്ന് പറയുന്നത് എന്താണ്? ടു ബൈൻഡ്. അപ്പം ബൈൻഡ് ടുഗെദർ, അതാണ് ആ ഒരു കോളിഗേറ്റീവ് പ്രോപ്പർട്ടിയുടെ ആ ഒരു മീനിങ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് 4 കോളിഗേറ്റീവ് പ്രോപ്പർട്ടീസാണ് ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കുന്നത്. വളരെ ഇമ്പോർട്ടൻറ്റ് പോർഷനാണ് ഈ ഒരു കോളിഗേറ്റീവ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. ഫസ്റ്റ്, റിലേറ്റീവ് ലോവറിങ് ഓഫ് വേപ്പർ പ്രഷർ, ദെൻ ഡിപ്രഷൻ ഇൻ ഫ്രീസിംഗ് പോയിൻ്റ്, എലിവേഷൻ ഇൻ ബോയിലിംഗ് പോയിൻ്റ് ആൻഡ് ഓസ്മോട്ടിക് പ്രഷർ. ഓക്കെ, അപ്പോൾ ഈ 4 കോളിഗേറ്റീവ് പ്രോപ്പർട്ടീസാണ് നമ്മൾ നെക്സ്റ്റ് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഇത് നമ്മുടെ ഈ ഒരു മോളാർ മാസ്, ആ ഒരു സൊല്യൂട്ടിൻ്റെ മോളാർ മാസിനെ കാൽക്കുലേറ്റ് ചെയ്യാൻ, മോളിക്കുലർ മാസിനെ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഒരു കോളിഗേറ്റീവ് പ്രോപ്പർട്ടീസിൻ്റെ സ്റ്റഡി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് നോക്കുന്നത് റിലേറ്റീവ് ലോവറിങ് ഓഫ് വേപ്പർ പ്രഷറാണ്. റിലേറ്റീവ് ലോവറിങ് ഓഫ് വേപ്പർ പ്രഷർ എന്ന് പറയുമ്പോൾ വെൻ എ നോൺ വോളറ്റൈൽ സൊല്യൂട്ട് ഈസ് ഡിസോൾവ്ഡ് ഇൻ എ ലിക്വിഡ് സോൾവെൻറ്റ്, ദ വേപ്പർ പ്രഷർ ഓഫ് ദ സോൾവെൻറ്റ് ഈസ് ലോവേർഡ്. ദിസ് ഫിനോമിന ഈസ് കോൾഡ് ലോവറിങ് ഓഫ് വേപ്പർ പ്രഷർ. അപ്പോൾ നമ്മൾ റോൾസ് ലോ പഠിച്ചിട്ടുണ്ടല്ലോ, ആ റോൾസ് ലോ വെച്ചിട്ട് നോൺ വോളറ്റൈൽ ആയിട്ടുള്ള സൊല്യൂട്ട് ഇൻ എ സോൾവെൻറ്റ്, വേപ്പർ പ്രഷർ ഓഫ് ദ സൊല്യൂഷൻ നമുക്കറിയാം, അതായത് പി എസ് എന്ന് പറഞ്ഞാൽ എന്താണ്, പി എ എന്ന് പറയുന്നത് എന്താണ്, ഈ ഒരു എ എന്ന് പറയുന്നത് സൊല്യൂഷൻ്റെ വേപ്പർ പ്രഷറാണ്. അതെന്ന് പറയുന്നത് കൈ P0A ആണെന്ന് നമുക്കറിയാം അല്ലേ. അപ്പോൾ ഇവിടെ പി എ എന്ന് പറഞ്ഞാൽ വേപ്പർ പ്രഷർ ഓഫ് ദ സൊല്യൂഷനാണ്, കൈ എ എന്ന് പറഞ്ഞാൽ മോൾ ഫ്രാക്ഷൻ ഓഫ് ദ സോൾവെൻറ്റ്, ആൻഡ് P0A ഈസ് ദ വേപ്പർ പ്രഷർ ഓഫ് ദ പ്യുവർ സോൾവെൻറ്റ്. പിന്നെ നമുക്ക് ഒരു ബൈനറി സൊല്യൂഷൻ എന്ന് പറയുമ്പം കൈ എയും, അതായത് ബൈനറി സൊല്യൂഷൻ എന്ന് പറയുന്നത് എ എന്ന് പറയുന്ന സൊല്യൂഷനും ബി എന്ന് പറയുന്ന സൊല്യൂഷൻ ഉള്ളതാണ് ബൈനറി സൊല്യൂഷൻ. അത് 2 സൊല്യൂഷൻ ഉള്ളത്. അപ്പോൾ എപ്പോഴും ബൈനറി സൊല്യൂഷൻസിൽ അതിൻ്റെ മോൾ ഫ്രാക്ഷൻ ഓഫ് ദ ആ ഒരു രണ്ടിൻ്റെയും മോൾ ഫ്രാക്ഷൻ എന്ന് പറയുന്നത് അതിൻ്റെ സം എടുത്തു കഴിഞ്ഞാൽ അത് 1 ആയിരിക്കും. അതായത് കൈ എ പ്ലസ് കൈ ബി എന്ന് പറയുന്നത് 1 ആണ്. അതിൽ നിന്ന് നമുക്ക് കൈ കണ്ടുപിടിച്ചൂടെ, അതായത് കൈ ബിയെ ആ ഒരു ഈക്വൽ സൈൻ അപ്പുറത്തോട്ട് കൊണ്ടുവന്നു കഴിഞ്ഞാൽ 1 മൈനസ് കൈ ബി കിട്ടി. ഓക്കെ, അത് നമ്മൾ ഈ ഒരു ഫസ്റ്റ് ഇക്വേഷനിലോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ പി എ ഇസിക്കൽ ടു കൈ എ ഇൻറ്റു P0A, അവിടെ ആ കൈ എയുടെ സ്ഥാനത്ത് നമ്മുടെ വാല്യൂ കൊടുക്കുക, അതായത് 1 മൈനസ് കൈ ബി കൊടുക്കുക. അപ്പോൾ നമുക്ക് അതിൽ നിന്ന് നമുക്ക് ഈ ഒരു ഇക്വേഷൻ കിട്ടും, അതായത് പി എ ഇസിക്കൽ ടു 1 മൈനസ് കൈ ബി ഇൻറ്റു P0A. ഓക്കെ, 1 മൈനസ് കൈ ബി അവിടെ ഫുൾ ബ്രാക്കറ്റ് ഇടുക, അത് കൈ എയുടെ വാല്യൂ ആണ്. അപ്പോൾ അതിനെ നമുക്ക് ഒന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതി നോക്കാം. പി എ ഡിവൈഡഡ് ബൈ P0A ഇസിക്കൽ ടു 1 മൈനസ് കൈ ബി എന്ന് എഴുതാം, ആണല്ലോ. അപ്പോൾ ഈ ഒരു ഇക്വേഷൻ വെച്ചിട്ട് നമുക്ക് കൈ ബി എങ്ങനെ കണ്ടുപിടിക്കുന്നത്? കൈ ബി എന്ന് പറയുമ്പോൾ ഇതിനെ ഒന്നുകൂടെ റീഅറേഞ്ച് ചെയ്ത് എഴുതുക, അതായത് പി എ ബൈ P0A ഇസിക്കൽ ടു 1 മൈനസ് കൈ ബി ആണല്ലോ. അപ്പോൾ നമുക്ക് കൈ ബി ഈ ഒരു ഈക്വൽ സൈൻ ഇപ്പുറത്തോട്ട് കൊണ്ടുവരാം, കാരണം അതിൽ നെഗറ്റീവ് ഉള്ളതുകൊണ്ടാണ്. ബാക്കിയുള്ളതിനെ അപ്പുറത്തോട്ട് കൊണ്ടുപോകാം. അപ്പോൾ ഈ ഒരു കൈ ബി ഇങ്ങോട്ട് കൊണ്ടുവന്നു. അപ്പോൾ 1 മൈനസ് എന്താണ്, 1 മൈനസ് പി എ ഡിവൈഡഡ് ബൈ P0A. അപ്പോൾ നമുക്ക് അതിനെ റീഅറേഞ്ച് ചെയ്ത് തരുമ്പോൾ എന്തെഴുതും? P0A മൈനസ് പി എ ഡിവൈഡഡ് ബൈ P0A ഇസിക്കൽ ടു കൈ ബി. അങ്ങനെ ഒരു ഇക്വേഷൻ ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഈ ഒരു റോൾസ് ലോ ക്യാൻ ബി സ്റ്റേറ്റഡ് ആസ് റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ ഓഫ് ദ സൊല്യൂഷൻ കണ്ടെയ്നിങ് എ നോൺ വോളറ്റൈൽ സൊല്യൂട്ട് ഈസ് ഈക്വൽ ടു ദ മോൾ ഫ്രാക്ഷൻ ഓഫ് ദ സൊല്യൂട്ട് ഇൻ ദ സൊല്യൂഷൻ. അപ്പോൾ റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ ഓഫ് ദ സൊല്യൂഷനിൽ ഈ ഒരു റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ ഓഫ് ദ സൊല്യൂഷൻ എന്ന് പറയുന്നത് അതിൻ്റെ ആ ഒരു സൊല്യൂഷനിലെ സൊല്യൂട്ടിൻ്റെ മോൾ ഫ്രാക്ഷൻ ഈക്വൽ ആയിരിക്കും എന്നുള്ളതാണ് നമ്മൾ കണ്ടുപിടിച്ചത്. അടുത്ത് നമുക്ക് മോൾസ്, നമ്പർ ഓഫ് മോൾസ് വെച്ചിട്ട് എങ്ങനെ കണ്ടുപിടിക്കും? നമുക്ക് ഒരു നമ്പർ ഓഫ് മോൾസ് NA NB എന്ന് പറഞ്ഞ് നമുക്ക് അസ്യൂം ചെയ്യാം. ഇഫ് NA ആൻഡ് NB ആർ ദ നമ്പർ ഓഫ് മോൾസ് ഓഫ് എ സോൾവെൻറ്റ് ആൻഡ് സൊല്യൂട്ട്, അങ്ങനെയാണെങ്കിൽ നമ്മൾ കൈ ബി എങ്ങനെയായിരിക്കും? കൈ ബി എന്ന് പറയുന്നത് NB, കൈ ബി എന്ന് പറഞ്ഞാൽ ബി എന്ന് പറയുന്ന സൊല്യൂഷൻ്റെ മോൾ ഫ്രാക്ഷനാണ്. അപ്പം നമുക്ക് NB എന്ന് പറയുന്ന നമ്പർ ഓഫ് മോൾസ് ഓഫ് ഈ ഒരു സൊല്യൂട്ട്, നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് എന്ന് പറയുമ്പോൾ NB
NB ഡിവൈഡഡ് ബൈ സം NA പ്ലസ് NB ആയിരിക്കും. അപ്പോൾ നമുക്കിവിടെ ഡൈലൂട്ട് സൊല്യൂഷൻസിൽ NB എന്ന് പറയുന്നത് എന്നേക്കാളും വളരെ ചെറിയ വാല്യൂ ആണ്. അപ്പോൾ നമുക്ക് അത് നെഗ്ലക്റ്റ് ആയിട്ട് പോകും. അപ്പോൾ നമുക്ക് കൈബി എന്ന് പറഞ്ഞാൽ NB ഡിവൈഡഡ് ബൈ NA ആയിരിക്കും. ഓക്കെ, ആ ഒരു ഡിവൈഡഡ് സൈനിലുള്ള ആ ഒരു NB എന്ന് പറയുന്നത് പോകും. അപ്പോൾ NB ഡിവൈഡഡ് ബൈ NA ആണ് കിട്ടുന്നത്. അപ്പോൾ നമുക്ക് NB എന്ന് പറയുന്നത് നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് എന്ന് പറയുന്നത് എന്താണ്, വെയിറ്റ് ഓഫ് സൊല്യൂട്ട് ഡിവൈഡഡ് ബൈ മോളിക്കുലർ മാസ് ആണ്. അപ്പോൾ WB ഡിവൈഡഡ് ബൈ MB, അടുത്ത് NA എന്ന് പറഞ്ഞാൽ എന്താണ്, WA ഡിവൈഡഡ് ബൈ MA. അപ്പോൾ അതിനെ നമ്മൾ റീഅറേഞ്ച് ചെയ്ത് എഴുതുമ്പോൾ WB ഇൻറ്റു MA ഡിവൈഡഡ് ബൈ WA ഇൻറ്റു MB. അപ്പോൾ ഇവിടെ WAയും WB എന്ന് പറയുന്നത് ആ ഒരു സോൾവെൻറ്റിൻ്റെ മാസ്സാണ് അല്ലേ, മാസ് അല്ലെങ്കിൽ വെയിറ്റ്. അപ്പം മാസ് ഓഫ് സൊല്യൂട്ട് ഡിവൈഡഡ് ബൈ മോളിക്കുലർ മാസ് ഓഫ് സൊല്യൂട്ട്, അങ്ങനെയാണ് നമ്മൾ NB എന്ന് പറയുന്നത് കണ്ടുപിടിച്ചത്. അപ്പോൾ WA ആൻഡ് WB എന്ന് പറയുന്നത് മാസ് ഓഫ് സോൾവെൻറ്റ് ആൻഡ് സൊല്യൂട്ട്. WA എന്ന് പറയുന്നത് മാസ് ഓഫ് സോൾവെൻറ്റും WB എന്ന് പറയുന്നത് മാസ് ഓഫ് സൊല്യൂട്ടാണ്. അപ്പം അതിൽ നിന്ന് MA എന്ന് പറഞ്ഞാൽ നമുക്കറിയാം മോളാർ മാസ് ഓഫ് അല്ലെങ്കിൽ മോളിക്കുലർ മാസ് ഓഫ് സോൾവെൻറ്റും മോളിക്കുലർ മാസ് ഓഫ് സൊല്യൂട്ടുമാണ് MB എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് റൗൾസിൽ എങ്ങനെ എക്സ്പ്രസ് ചെയ്യും, നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. P0A മൈനസ് PA ഡിവൈഡഡ് ബൈ P0A എന്ന് പറയുന്നത് കൈയെ ആണെന്നറിയാം. അപ്പോൾ ആ കൈയുടെ വാല്യൂ നമുക്കിപ്പോൾ കിട്ടി. എത്രയാണ്, WB ഇൻറ്റു MA ഡിവൈഡഡ് ബൈ WA ഇൻറ്റു MB. ആ ഒരു കൈബിയുടെ വാല്യൂവിൻ്റെ അവിടെ കൊടുത്താൽ മതി ആ ഒരു വാല്യൂ. അപ്പം നമുക്ക് ഇങ്ങനെയാണ് കിട്ടുന്നത്, P0A മൈനസ് PA ഡിവൈഡഡ് ബൈ P0A ഇസിക്കൽ ടു WB ഇൻറ്റു MA ഡിവൈഡഡ് ബൈ WA ഇൻറ്റു MB. അങ്ങനെയാണെങ്കിൽ മോളിക്കുലർ മാസ് ഓഫ് സൊല്യൂട്ട് നമ്മളെങ്ങനെ കണ്ടുപിടിക്കും, സൊല്യൂട്ട് എന്ന് പറയുന്നത് ഏതാണ്, MB ആണ്. അപ്പോൾ അതിനെ നമ്മൾ റീഅറേഞ്ച് ചെയ്ത് എഴുതും. ഈ ഒരു ഇക്വേഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും റീഅറേഞ്ച് ചെയ്താൽ മതി. റീഅറേഞ്ച് ചെയ്യുമ്പോൾ നമ്മൾ MBയെ സൈനിന് ഇപ്പുറത്തോട്ട് കൊണ്ടുവരിക, ബാക്കിയെല്ലാം ആ ഒരു ഈക്വൽ സൈനിന് അപ്പുറത്തോട്ട് കൊണ്ടുപോവുക. അപ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ എന്തായിരിക്കും, P0A ഇൻറ്റു WB ഇൻറ്റു MA ഡിവൈഡഡ് ബൈ P0A മൈനസ് PA ഇൻറ്റു WA. അപ്പോൾ ഈ ഇക്വേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇക്വേഷനാണ്. അപ്പോൾ നമുക്ക് മോളിക്കുലർ മാസ് ഓഫ് നോൺ വോളറ്റൈൽ സൊല്യൂട്ടിന് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും ഈ ഒരു ഇക്വേഷൻ വെച്ചിട്ട്. അപ്പോൾ ഈ ഇക്വേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇക്വേഷനാണ്. ഇത് നന്നായിട്ട് പഠിച്ചു വെച്ചേക്കുക. അപ്പോൾ റിലേറ്റീവ് ലോവറിങ് ഓഫ് വേപ്പർ പ്രഷർ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അപ്പോൾ ഇതിൽ സംശയമൊന്നുമില്ലല്ലോ. ഇത് വെച്ചിട്ട് പ്രോബ്ലംസ് നിങ്ങൾ ചെയ്ത് നോക്കുക, ഈ ഒരു ഇക്വേഷനിലോട്ട് കൊടുക്കുക. അതായത് നമ്മുടെ ഇവിടെ ഓരോന്നും മനസ്സിലാക്കിയിരിക്കുക. MB എന്ന് പറയുന്നത് എന്താണ്, മോളിക്കുലർ മാസ് ഓഫ് സൊല്യൂട്ടാണ് അല്ലേ. MA എന്ന് പറഞ്ഞാൽ മോളിക്കുലർ മാസ് ഓഫ് സോൾവെൻ്റ് ആണ്. പിന്നെ WB എന്ന് പറയുന്നത് മാസ് ഓഫ് സൊല്യൂട്ടും WA എന്ന് പറയുന്നത് മാസ് ഓഫ് സോൾവെൻറ്റുമാണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാം. നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്ന എലിവേഷൻ ഓഫ് ബോയിലിംഗ് പോയിൻ്റ്. അപ്പോൾ കോളിഗേറ്റീവ് പ്രോപ്പർട്ടീസിലെ രണ്ടാമത്തെ പ്രോപ്പർട്ടിയാണ് എലിവേഷൻ ഓഫ് ബോയിലിംഗ് പോയിൻ്റ് എന്ന് പറയുന്നത്. എലിവേഷൻ ഓഫ് ബോയിലിംഗ് പോയിൻ്റ് എന്ന് പറയുമ്പോൾ ദ ബോയിലിംഗ് പോയിൻ്റ് ഓഫ് എ ലിക്വിഡ് ഈസ് ദ ടെമ്പറേച്ചർ അറ്റ് വിച്ച് ദ വേപ്പർ പ്രഷർ ഓഫ് എ ലിക്വിഡ് ബിക്കം ഈക്വൽ ടു അറ്റ്മോസ്ഫിയറിക് പ്രഷർ. അപ്പോൾ എലിവേഷൻ ഓഫ് ബോയിലിംഗ് പോയിൻ്റ് എന്ന് പറയുമ്പോൾ ഈ ഒരു ലിക്വിഡിൻ്റെ വേപ്പർ പ്രഷർ അറ്റ്മോസ്ഫിയറിക് പ്രഷർ ഈക്വൽ ആകുമ്പോൾ ഉള്ള ആ ഒരു എന്താണ് ലിക്വിഡിൻ്റെ ടെമ്പറേച്ചർ, അതിനെയാണ് എലിവേഷൻ ഓഫ് ബോയിലിംഗ് പോയിൻ്റ് എന്ന് പറയുന്നത്. നമ്മളൊരു നോൺ വോളറ്റൈൽ ആയിട്ടുള്ള സൊല്യൂട്ടിനെ സോൾവെൻറ്റിൽ ഡിസോൾവ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ വേപ്പർ പ്രഷർ ലോവർ ആവും. The temperature at which the vapor pressure become equal to the external pressure will be greater than that of the pure solvent. Therefore, the boiling point of the solution will be higher than that of the solvent. അപ്പോൾ ഈ ഒരു ഇതിൻ്റെ നമ്മളൊരു let us consider the solution. Boiling point of the solution is TB and the boiling point of the solvent is T0B. This T0B is called the elevation of boil. അപ്പോൾ elevation of boiling point എന്ന് പറയുമ്പോൾ ഡെൽറ്റ TB ആണ്, അതായത് നമ്മുടെ ആ ഒരു ഡിഫറൻസ്. അപ്പോൾ നമ്മൾ ഡെൽറ്റ TB കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്, ഈ ഒരു TB അതായത് സൊല്യൂഷൻ്റെ ബോയിലിംഗ് പോയിൻറ്റ്, TB ആണ് സൊല്യൂഷൻ്റെ ബോയിലിംഗ് പോയിൻറ്റ്. അതിൽ നിന്ന് ഈ ഒരു സോൾവെൻറ്റിൻ്റെ ബോയിലിംഗ് പോയിൻറ്റിനെ കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് എലിവേഷൻ ഓഫ് ബോയിലിംഗ് പോയിൻറ്റ് ഡെൽറ്റ TB കിട്ടും. ഓക്കെ, അപ്പോൾ അത് ഓർത്തിരിക്കുക കേട്ടോ. അപ്പോൾ ഡൈല്യൂട്ട് സൊല്യൂഷനിൽ എലിവേഷൻ ഓഫ് ബോയിലിംഗ് പോയിൻ്റ് എന്ന് പറയുന്നത് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു ദ മോളാർ കോൺസെൻട്രേഷൻ ഓഫ് ദ സൊല്യൂഷൻ. അപ്പോൾ ഡെൽറ്റ TB പ്രപ്പോർഷണൽ ടു സ്മോൾ ലെറ്റർ m എന്ന് പറയുന്നത് മോളാർ കോൺസെൻട്രേഷൻ. ഓക്കെ, അപ്പോൾ ഡെൽറ്റ TB നമ്മൾ ഈക്വൽ ടു വെച്ചിട്ട് ചെയ്യുമ്പോൾ, അതായത് നമ്മൾ ആ ഒരു കോൺസ്റ്റൻറ്റ് അവിടുത്തെ എന്ന് വെച്ചാൽ പ്രപ്പോർഷൻ സൈൻ മാറ്റി ഈക്വൽ കൊടുക്കുമ്പോൾ കോൺസ്റ്റൻറ്റ് അവിടെ കിട്ടുമല്ലോ.
ആ ഒരു കോൺസ്റ്റൻ്റ് ആണ് കെ ബി എന്ന് പറയുന്നത്. അപ്പോൾ ഡെൽറ്റ ടി ബി ഇസിക്കൽ ടു കെ ബി ഇൻറ്റു എം, വേർ കെ ബി ഈസ് ദ മോളാർ എലിവേഷൻ കോൺസ്റ്റൻറ്റ് അല്ലെങ്കിൽ എബ്ലിയോസ്കോപ്പിക് കോൺസ്റ്റൻറ്റ്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കെ ബി എന്ന് പറയുന്നത് മോളാർ എലിവേഷൻ കോൺസ്റ്റൻറ്റ് ഓർ എബ്ലിയോസ്കോപ്പിക് കോൺസ്റ്റൻറ്റ് ഫോർ ദ സോൾവെൻറ്റ്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ, അതായത് ഫസ്റ്റ് പഠിച്ചതുപോലെ നമ്മൾ ലോവറിങ് ഓഫ് വേപ്പർ പ്രഷർ പഠിച്ചതുപോലെ തന്നെ ഈ എലിവേഷൻ ഓഫ് ബോയിലിംഗ് പോയിന്റിൽ നമുക്ക് ഈ ഒരു എം എന്ന് പറയുന്നത് 1 കൊടുത്തു കഴിഞ്ഞാൽ ഡെൽറ്റ ടി ബി എന്തോ ആയിരിക്കും, ഈ കെ ബി ആയിരിക്കും. അതായത് ഈ ഒരു എലിവേഷൻ ഓഫ് ബോയിലിംഗ് പോയിന്റ് എന്ന് പറയുന്നത് ഈക്വൽ ടു മോളാർ എലിവേഷൻ കോൺസ്റ്റൻ്റ് ആയിരിക്കും. അപ്പോൾ നമുക്കിതിൻ്റെ മോളിക്കുലർ മാസ് വെച്ചിട്ടുള്ള എക്സ്പ്രഷൻ നമ്മൾ ചെയ്യുമ്പോൾ എങ്ങനെയാണ് വരുന്നത്? ഈ ഒരു ഡെൽറ്റ ടി ബി ഇസിക്കൽ ടു കെ ബി ഇൻറ്റു സ്മോൾ ലെറ്റർ എം ആണല്ലോ നമ്മുടെ ഇക്വേഷൻ എന്ന് പറയുന്നത്, ആ ഒരു ഫസ്റ്റ് ഇക്വേഷൻ. ആ ഒരു ഇക്വേഷനിൽ നമ്മൾ ഈ ഒരു എം എന്ന് പറയുന്നത് മോളാർ കോൺസെൻട്രേഷൻ അല്ലേ. അപ്പോൾ അതെന്ന് പറയുന്നത് നമുക്ക് അറിയാം, നമുക്ക് ഓൾറെഡി അറിയാമെന്നുള്ള ഇക്വേഷനാണ് ഡബ്ല്യു ബി ഇൻറ്റു 1000 ഡിവൈഡഡ് ബൈ എം ബി ഇൻറ്റു ഡബ്ല്യു എ. അതാണ് നമ്മുടെ ഇക്വേഷൻ എന്ന് പറയുന്നത്. അതെന്ന് പറയുന്നത് ഈ ഒരു ദ മോളാർ എലിവേഷൻ കോൺസ്റ്റൻറ്റ് ഫോർ സോൾവെൻറ്റ് ഈസ് ന്യൂമറിക്കലി ഈക്വൽ ടു ദ എലിവേഷൻ ഇൻ ബോയിലിംഗ് പോയിൻറ്റ് വിച്ച് ഈസ് ഒബ്സർവ്ഡ് ഫോർ 1 മോളാർ സൊല്യൂഷൻ. അപ്പം നമ്മുടെ മൊളാലിറ്റി വെച്ചിട്ടുള്ള ഇക്വേഷൻ നമുക്കറിയാം, ഡബ്ല്യു ബി ഇൻറ്റു 1000 ഡിവൈഡഡ് ബൈ എം ബി ഇൻറ്റു ഡബ്ല്യു എ. അപ്പോൾ അത് ഇതിലോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ ഡെൽറ്റ ടി ബി ഇസിക്കൽ ടു കെ ബി ഇൻറ്റു ആ എമ്മിൻ്റെ സ്ഥാനത്ത് നമ്മുടെ ഇക്വേഷൻ കൊടുക്കുക, ഡബ്ല്യു ബി ഇൻറ്റു 1000 ഡിവൈഡഡ് ബൈ എം ബി ഇൻറ്റു ഡബ്ല്യു എ. ഓക്കെ, അപ്പോൾ നമുക്ക് മോളിക്കുലർ മാസ് ഓഫ് സൊല്യൂട്ട് കിട്ടി. മോളിക്കുലർ മാസ് ഓഫ് സൊല്യൂട്ട് നമ്മൾ ഈ ഒരു ഇക്വേഷനിൽ നിന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതുക. അതായത് എം ബി നമ്മുടെ ഈക്വൽ സൈനിന് ഇപ്പുറത്തോട്ട് കൊണ്ടുവരിക, ബാക്കിയെല്ലാം അതായത് ഡെൽറ്റ ടി ബിയെ നമ്മൾ അടുത്തോട്ട് കൊണ്ടുപോവുക. അപ്പോൾ റീഅറേഞ്ച് ചെയ്ത് എഴുതുമ്പോൾ നമുക്ക് കിട്ടുന്ന ഇക്വേഷനാണ് എം ബി ഇസിക്കൽ ടു കെ ബി ഇൻറ്റു ഡബ്ല്യു ബി ഇൻറ്റു 1000 ഡിവൈഡഡ് ബൈ ഡെൽറ്റ ടി ബി ഇൻറ്റു ഡബ്ല്യു എ. അപ്പോൾ ഇതിലെ എല്ലാം നമുക്ക് കെ ബി എന്താണെന്നറിയാം, ഡബ്ല്യു ബി എന്താണെന്നറിയാം, ഡബ്ല്യു എ എന്താണെന്നറിയാം, ഡെൽറ്റ ടി ബി എന്താണെന്നറിയാം. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് ഈ ഒരു മോളിക്കുലർ മാസ് ഓഫ് ദ സൊല്യൂട്ട് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ ഈ ഒരു ഇതിൽ നമുക്ക് അറിയാമെന്നുള്ള ഇതെന്ന് പറയുന്നത് കെ ബിയുടെ വാല്യൂ, ഡെൽറ്റ ടി ബിയുടെ വാല്യൂ, ഡബ്ല്യു ബിയുടെ വാല്യൂ, അതുപോലെ ഡബ്ല്യു എയുടെ വാല്യൂ, ഇതെല്ലാം നമുക്ക് ക്വസ്റ്റ്യനിൽ തരും. അപ്പോൾ ഇതിൻ്റെ യൂണിറ്റ്, ഈ കെ ബിയുടെ യൂണിറ്റ് എന്ന് പറയുന്നത് ഡിഗ്രി വെച്ചിട്ട് എക്സ്പ്രസ് ചെയ്യാം, അല്ലെങ്കിൽ മൊളാലിറ്റി ഓർ ഡിഗ്രി പെർ മൊളാലിറ്റി ആയിട്ട് എക്സ്പ്രസ് ചെയ്യാം, അല്ലെങ്കിൽ അങ്ങനെ എക്സ്പ്രസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ എലിവേഷൻ ഓഫ് ബോയിലിംഗ് പോയിന്റ് എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇവിടെ നോക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മളോട് ചോദിക്കാം പ്രഷർ കുക്കറിൻ്റെ ആ ഒരു ഇതെന്ന് പറയുന്നത്. പ്രഷർ കുക്കറിൽ എങ്ങനെയാണ് കുക്കിംഗ് ടൈം റെഡ്യൂസ് ചെയ്യിക്കുന്നത്? അതായത് നമ്മൾ സാധാരണ നമ്മൾ ഫുഡൊക്കെ കുക്ക് ചെയ്യുന്ന സമയത്ത് ഒത്തിരി ടൈം എടുക്കും. പക്ഷേ പ്രഷർ കുക്കറിലാണ് നമ്മൾ കുക്ക് ചെയ്യുന്നതെങ്കിൽ ആ ഒരു കുക്കിംഗ് ടൈം പെട്ടെന്ന് എളുപ്പത്തിലാവും. അതായത് ബീഫോ അല്ലെങ്കിൽ പച്ചക്കറികളോ ഒക്കെ പെട്ടെന്ന് വേവിക്കാൻ പറ്റും, പെട്ടെന്ന് തന്നെ കുക്ക് ചെയ്യാനുള്ള ഇതാണ് പ്രഷർ കുക്കറിൽ കുക്ക് ചെയ്യാൻ പറ്റും. കാരണം എന്ന് പറഞ്ഞാൽ ഹയർ പ്രഷറാണ് ഈ ഒരു ഇതിലുള്ളത് അല്ലേ, പ്രഷർ കുക്കറിലുള്ളത്. അപ്പോൾ ഹയർ പ്രഷർ ഓവർ ദ ലിക്വിഡ് ബോയിൽസ് അറ്റ് ഹൈ ടെമ്പറേച്ചർ. അപ്പോൾ ഈ ഒരു പ്രഷർ കുക്കറിൻ്റെ ലിഡുണ്ടല്ലോ, നല്ല വെയിറ്റ് ആണല്ലോ. അപ്പോൾ ഇവിടെ ഈ പ്രഷർ എന്തുവാണ്, ഈ ഒരു ലിക്വിഡിൻ്റെ മുകളിൽ പ്രഷർ ഹൈ ആയിരിക്കും. ആ ഒരു ഇതിന് പോകാനുള്ള, അതായത് അതിന് പുറത്തോട്ട് പോകാനുള്ള ഒരു ഇതില്ല. അപ്പോൾ ഈ ഒരു ലിഡ് നല്ല വെയിറ്റ് ഉള്ളതാണ്. അപ്പോൾ പ്രഷർ, ഈ ഒരു ലിക്വിഡിൻ്റെ മുകളിലുള്ള പ്രഷർ ഹൈ ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ ബോയിൽ ചെയ്യും ലിക്വിഡ് ഹൈ ടെമ്പറേച്ചറിൽ. അപ്പോൾ കുക്കിംഗ് പെട്ടെന്ന് തന്നെ നടക്കും. അതാണ് അവിടുത്തെ കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നമ്മൾ ഈ ഒരു എലിവേഷൻ ഓഫ് ബോയിലിംഗ് പോയിന്റിൽ നമ്മളൊരു ഒരു ഗ്രാഫുണ്ട്, അതൊന്ന് നോക്കിയിരിക്കുക. അപ്പോൾ നമ്മളിവിടെ പി പ്രഷറും ടി ടെമ്പറേച്ചറും, എക്സ് ആക്സിസിൽ ടെമ്പറേച്ചറും പി പ്രഷറും കൊടുത്തു കഴിഞ്ഞാൽ ഡെൽറ്റ ടി ബിയുടെ ആ ഒരു സോൾവെൻറ്റും സൊല്യൂഷൻ്റെയും ആ ഒരു കർവ് നമ്മൾ നോക്കിയിരിക്കുക. അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. ഇതിൻ്റെ ഇക്വേഷൻസും മനസ്സിലാക്കിയിരിക്കുക. ഓക്കെ, എങ്ങനെയാണ് കിട്ടുന്നത് എന്നുള്ളത് ക്ലിയർ ആണല്ലോ. നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് ഡിപ്രഷൻ ഓഫ് ഫ്രീസിംഗ് പോയിന്റ്. മൂന്നാമത്തെ കോളിഗേറ്റീവ് പ്രോപ്പർട്ടിയാണ് ഡിപ്രഷൻ ഓഫ് ഫ്രീസിംഗ് പോയിന്റ് എന്ന് പറയുന്നത്. ഡിപ്രഷൻ ഓഫ് ഫ്രീസിംഗ് പോയിന്റ് എന്ന് പറയുമ്പോൾ ദ ഫ്രീസിംഗ് പോയിന്റ് ഓഫ് എ ലിക്വിഡ് ഈസ് ഡിഫൈൻഡ് ആസ് ദ ടെമ്പറേച്ചർ അറ്റ് വിച്ച് ദ ലിക്വിഡ് ആൻഡ് സോളിഡ് സ്റ്റേറ്റ് ഓഫ് ദ സബ്സ്റ്റൻസ് ഹാവ് എ സെയിം വേപ്പർ പ്രഷർ. ഓക്കെ, ഈ ഒരു ഫ്രീസിംഗ് പോയിന്റ് ഓഫ് ലിക്വിഡ് എന്ന് പറഞ്ഞാൽ സോളിഡ് സ്റ്റേറ്റ് ഓഫ് ദ സബ്സ്റ്റൻസും
ലിക്വിഡും ലിക്വിഡിൻ്റെയും സോളിഡ് സ്റ്റേറ്റ് ആ ഒരു സബ്സ്റ്റൻസിൻ്റെയും സോളിഡ് സ്റ്റേറ്റ് എന്ന് പറയുന്നത് വേപ്പർ പ്രഷറിന് സിമിലർ ആയിരിക്കും. അതായിരിക്കും ഈ ഡിപ്രഷൻ ഓഫ് ഫ്രീസിംഗ് പോയിന്റിൽ വരുന്നതെന്ന് പറഞ്ഞാൽ വേപ്പർ പ്രഷർ ഓഫ് സൊല്യൂഷൻ ഈസ് ഓൾവേസ് ലോവർ ദാൻ ദാറ്റ് ഓഫ് ദ പ്യുവർ സോൾവെൻറ്റ്. The vapor pressure of the solution become equal to that of the pure solid only at a lower temperature. Okay, as a result the freezing point of solution is less than that of the pure solvent. അപ്പോൾ നമുക്ക് ഒരു let us consider a freezing point of the solvent T0F എന്ന് പറഞ്ഞ് നമുക്ക് കൊടുക്കാം. അങ്ങനെയാണെങ്കിൽ ആ സൊല്യൂഷൻ എന്ന് പറയുന്നത് ഫ്രീസിംഗ് പോയിന്റ് ഓഫ് സൊല്യൂഷൻ എന്ന് പറയുന്നത് TF ആയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ എന്താണ് ഡിപ്രഷൻ ഓഫ് ഫ്രീസിംഗ് പോയിന്റ് എന്ന് പറയുമ്പോൾ ഡെൽറ്റ TF ഫിസിക്കൽ ടു T0F എന്ന് പറയുന്നത് അറിയാമല്ലോ, സോൾവെൻറ്റിൻ്റെ ഫ്രീസിംഗ് പോയിന്റ് മൈനസ് TF. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡിപ്രഷൻ ഓഫ് ഫ്രീസിംഗ് പോയിന്റിന് കിട്ടും. അപ്പോൾ ഡിപ്രഷൻ ഓഫ് ഫ്രീസിംഗ് പോയിന്റിന് നമ്മൾ ഗ്രാഫിക്കലി റെപ്രസെൻറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്, അതായത് ഈ ഒരു എക്സ് ആക്സിസിൽ ടെമ്പറേച്ചറും വൈ ആക്സിസിൽ എന്താണ് വോളിയം പ്രഷറും കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു സോളിഡ് സോൾവെൻറ്റും സൊല്യൂഷൻ്റെയും ആ ഒരു കർവ് നോക്കുക. സോളിഡ് സോൾവെൻറ്റ് ആൻഡ് സൊല്യൂഷൻ ആ ഒരു അതിനിടയിലുള്ള ഡിഫറൻസ് ആണ് ഡെൽറ്റ TF എന്ന് പറയുന്നത്. അപ്പോൾ T0Fഉം TFനും T0Fനും ഇടയിലുള്ളതാണല്ലോ ഡെൽറ്റ TF എന്ന് പറയുന്നത്. അപ്പോൾ അതാണ് അത്രയും ആ ഒരു എന്താണ് ഡിഫറൻസ് വരുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു ഡൈലൂട്ട് ആയിട്ടുള്ള സൊല്യൂഷനിൽ ഡിപ്രഷൻ ഓഫ് ഫ്രീസിംഗ് പോയിന്റ് എന്ന് പറയുന്നത് ഓൾവേസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ സൊല്യൂട്ട് ഇൻ എ സൊല്യൂഷൻ. ഓക്കെ, മോളാർ കോൺസെൻട്രേഷൻ ഓഫ് സൊല്യൂട്ട്, അതായത് നമ്മൾ എലിവേഷൻ ഓഫ് ബോയിലിംഗ് പോയിന്റിൽ പഠിച്ചതുപോലെ തന്നെ അവിടെ ഡെൽറ്റ TB പ്രപ്പോർഷണൽ ടു M ആണ്, ഇവിടെ ഡെൽറ്റ TF പ്രപ്പോർഷണൽ ടു M ആണ്. അപ്പോൾ ഡെൽറ്റ TF ഈക്വൽ ടു എന്താണ് KF ഇൻറ്റു M. KF എന്ന് പറയുന്നത് മോളാർ ഡിപ്രഷൻ കോൺസ്റ്റൻ്റ് ആണ്, മറ്റേടത്ത് മോളാർ എലിവേഷൻ കോൺസ്റ്റൻ്റ് ആയിരുന്നു, ഇവിടെ മോളാർ ഡിപ്രഷൻ കോൺസ്റ്റൻ്റ്. അതിനെ വേറൊരു രീതിയിൽ പറയും ക്രയോസ്കോപ്പിക് കോൺസ്റ്റൻ്റ്. ഓക്കെ, ക്രയോസ്കോപ്പിക് കോൺസ്റ്റൻ്റ് ഫോർ ദ സോൾവെൻറ്റ്. അപ്പോൾ നമുക്ക് ഈ ഒരു ഇക്വേഷനിൽ എമ്മിൻ്റെ വാല്യൂ ഈ മോളാർ കോൺസെൻട്രേഷൻ 1 ആണെങ്കിൽ നമുക്ക് ഡെൽറ്റ TF എന്ന് പറയുന്നത് എപ്പോഴും ഈ ഒരു എന്താണ് KF ആയിരിക്കും. അതുപോലെ തന്നെ എന്താണ് മോളാർ ഫ്രീസിംഗ് പോയിന്റ് ഡിപ്രഷൻ കോൺസ്റ്റൻറ്റ് ഫോർ ദ സോൾവെൻറ്റ് ഈസ് ന്യൂമറിക്കലി ഈക്വൽ ടു ദ ഡിപ്രഷൻ ഇൻ ഫ്രീസിംഗ് പോയിന്റ് ഫോർ 1 മോളാർ സൊല്യൂഷൻ. ഒരു മോളാർ സൊല്യൂഷനിൽ എപ്പോഴും എന്തായിരിക്കും ഈ ഒരു മോളാർ ഫ്രീസിംഗ് പോയിന്റ് ഡിപ്രഷൻ കോൺസ്റ്റൻറ്റ് എന്ന് പറയുന്നത് ഈക്വൽ ടു ദ ഡിപ്രഷൻ ഓഫ് ഫ്രീസിംഗ് പോയിന്റ് ആയിരിക്കും. അപ്പോൾ നമുക്ക് ഈ ഒരു ഇക്വേഷൻ, അതായത് ഡെൽറ്റ TF ഇക്വൽ ടു KF ഇൻറ്റു M ഇല്ലേ, അപ്പോൾ എമ്മിൻ്റെ വാല്യൂ നമുക്ക് ഓൾറെഡി അറിയാം, WB ഇൻറ്റു 1000 ഡിവൈഡഡ് ബൈ MB ഇൻറ്റു WA. അത് ഇതിലോട്ട് എന്താണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ ഡെൽറ്റ TF ഇക്വൽ ടു KF ഇൻറ്റു WB ഇൻറ്റു 1000 ഡിവൈഡഡ് ബൈ MB ഇൻറ്റു WA. ഓക്കെ, അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് മോളിക്കുലർ മാസ് കണ്ടുപിടിച്ചൂടെ, അതായത് മോളിക്കുലർ മാസ് എന്ന് പറയുന്നത് MB ആണ്. MBയുടെ വാല്യൂവിനെ ഇപ്പുറത്തോട്ട് കൊണ്ടുവരിക, ബാക്കിയുള്ളതെല്ലാം അപ്പുറത്തോട്ട്, അതായത് ഈ ഒരു ഈക്വൽ സൈനിന് എന്താണ് അടുത്തോട്ട് കൊണ്ടുപോകുമ്പോൾ നമുക്ക് എന്തോ കിട്ടും, MB ഇക്വൽ ടു KF ഇൻറ്റു WB ഇൻറ്റു 1000. അതായത് ആ ഒരു ഇക്വേഷനെ റീഅറേഞ്ച് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് എന്തുവാണ് ഡിവൈഡഡ് ബൈ ഡെൽറ്റ TF ഇൻറ്റു WA. ഇതിൽ നമുക്ക് ഈ ഒരു വാല്യൂസ് എല്ലാം അറിയാം, അതിൽ നിന്ന് MB കണ്ടുപിടിക്കാം. അതായത് മോളിക്കുലർ മാസ് ആ ഒരു സൊല്യൂട്ടിൻ്റെ മോളിക്കുലർ മാസ് MBയുടെ ഇത് കണ്ടുപിടിക്കാൻ പറ്റും. പിന്നെ അതിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് ഡിഗ്രി പെർ മൊളാലിറ്റിയിലും പറയാം. ഓക്കെ, ഇത്രയും ക്ലിയർ ആണല്ലോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഫ്രീസിംഗ് പോയിന്റിൻ്റെ ഡിപ്രഷൻ വരുന്നത്. നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് ഓസ്മോട്ടിക് പ്രഷർ. അപ്പോൾ ഈ ചാപ്റ്ററിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കോളിഗേറ്റീവ് പ്രോപ്പർട്ടിയാണ് ഓസ്മോട്ടിക് പ്രഷർ എന്ന് പറയുന്നത്. ഓസ്മോട്ടിക് പ്രഷറൊക്കെ നമുക്ക് ഓൾറെഡി അറിയാമെന്നുള്ള കാര്യമാണ് അല്ലേ. ഓസ്മോട്ടിക് പ്രഷർ എന്ന് പറയുന്നത് എന്തുവാണ്, സ്പോണ്ടേനിയസ് ഫ്ലോ ഓഫ് എ സോൾവെൻറ്റ് ഫ്രം എ സൊല്യൂഷൻ ഓഫ് ലോവർ കോൺസെൻട്രേഷൻ ടു വൺ ഓഫ് ഹയർ കോൺസെൻട്രേഷൻ. അതായത് ലോവർ കോൺസെൻട്രേഷനിൽ നിന്ന് ഹയർ കോൺസെൻട്രേഷനിൽ സ്പോണ്ടേനിയസ് ആയിട്ട് ഒരു സോൾവെൻറ്റ് ഫ്ലോ ചെയ്യുന്നു. അപ്പോൾ അതെന്ന് പറയുന്ന ഒരു സെമി പെർമിയബിൾ മെംബ്രെയിനിലൂടെ ആയിരിക്കും അതെന്ത് ചെയ്യുന്ന പോകുന്നത്, അതിനെ സെപ്പറേറ്റ് ചെയ്യുന്നത് സെമി പെർമിയബിൾ മെംബ്രെയിൻ വഴിയായിരിക്കും. അപ്പോൾ അതാണ് അതിൻ്റെ ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത്. ലോവർ കോൺസെൻട്രേഷനിൽ നിന്ന് ഹയർ കോൺസെൻട്രേഷനിലോട്ട് സെമി പെർമിയബിൾ മെംബ്രെയിൻ വഴി അത് എന്ത് ചെയ്യും, മൂവ് ചെയ്ത് പോകുന്നു. അതാണ് ഓസ്മോസിസ് എന്ന് പറയുന്നത്. അപ്പോൾ ഓസ്മോസിസിൻ്റെ ആ ഒരു ഫിഗറൊക്കെ നമ്മൾ നോക്കുക. അപ്പോൾ നെക്സ്റ്റ് നമ്മൾ എന്താണ് സെമി പെർമിയബിൾ മെംബ്രെയിൻ എന്ന് നോക്കാം. സെമി പെർമിയബിൾ മെംബ്രെയിൻ എന്ന് പറയുന്നത് ഈ ഒരു മെംബ്രെയിൻ വിച്ച് പ്രിഫറൻഷ്യലി പെർമിറ്റ് ദ പാസേജ് ഓഫ് സോൾവെൻറ്റ് മോളിക്യൂൾസ് ഓൺലി ബട്ട് ഡസ് നോട്ട് പെർമിറ്റ് ദ സൊല്യൂട്ട് മോളിക്യൂൾസ്. അപ്പം ഈ ഇതുവഴി സോൾവെൻറ്റ് മോളിക്യൂൾസ് മാത്രമേ പോവുള്ളൂ, സൊല്യൂട്ട് മോളിക്യൂൾസോ അയോൺസോ പാർട്ടിക്കിൾസോ ഒന്നും ഇതുവഴി പോകാറില്ല.
അപ്പോൾ വേരിയസ് സബ്സ്റ്റൻസ് അതായത് പാർച്ച്മെൻറ്റ് പേപ്പർ, അതുപോലെ അനിമൽ മെംബ്രെയിൻ, ഇതൊക്കെ സെമി പെർമിയബിൾ മെംബ്രെയിനായിട്ട് നമ്മൾ ഉപയോഗിക്കാറുണ്ട്. പിന്നെ എഫിഷ്യൻ്റായിട്ട് ഉപയോഗിക്കുന്ന സെമി പെർമിയബിൾ മെംബ്രെയിൻ എന്ന് പറയുന്നത് കുപ്രിക് ഫെറോസയനൈഡിൻ്റെ ഫിലിം നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. ഈ ഒരു സെമി പെർമിയബിൾ മെംബ്രെയിനായിട്ട് നമ്മൾ എഫിഷ്യൻ്റ്ലി യൂസ് ചെയ്യുന്നത് ഫിലിം ഓഫ് കുപ്രിക് ഫെറോസയനൈഡ്. ഓക്കെ, അത് ഓർത്തിരിക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് ഓസ്മോസിസ് എന്താണെന്ന് പഠിച്ചു, സെമി പെർമിയബിൾ മെംബ്രെയിൻ എന്താണെന്ന് പഠിച്ചു. നെക്സ്റ്റ് നോക്കുന്നത് ഓസ്മോട്ടിക് പ്രഷർ. ഓസ്മോട്ടിക് പ്രഷർ എന്ന് പറയുന്നത് ഈ ഒരു പാസേജ് ഓഫ് സോൾവെൻറ്റ് ത്രൂ എ സെമി പെർമിയബിൾ മെംബ്രെയിൻ ക്യാൻ ബി പ്രിവെൻറ്റഡ് ബൈ അപ്ലൈയിങ് എ ഹൈഡ്രോസ്റ്റാറ്റിക് പ്രഷർ ഓഫ് എ സൊല്യൂഷൻ. Osmotic pressure is equal to the minimum excess pressure to be applied on the solution side to prevent osmosis. ഓസ്മോസിസിനെ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുക്കുന്ന ആ ഒരു പ്രഷറിനെയാണ് എന്താണ് ഈ ഒരു ഓസ്മോട്ടിക് പ്രഷർ എന്ന് പറയുന്നത്. നമുക്കൊരു വാൻ ഹൂഫ് തിയറി ഓഫ് ഡൈലൂട്ട് സൊല്യൂഷൻ വെച്ചിട്ട് നമുക്ക് ഈ ഒരു ഈ ഒരു ഓസ്മോട്ടിക് പ്രഷറിനെ നമ്മൾ എക്സ്പ്രസ് ചെയ്യുമ്പോൾ പൈ ഈസ് ഇക്വൽ ടു CRT ആണ്. CRT. അപ്പോൾ ഈ ഒരു C എന്ന് പറയുന്നത് മൊളാരിറ്റിയാണ്, C എന്ന് പറയുന്നത്. അപ്പോൾ R എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആണ്, T എന്ന് പറയുന്നത് ടെമ്പറേച്ചർ. ഓക്കെ, അപ്പോൾ പൈ എന്ന് പറഞ്ഞാൽ ഓസ്മോട്ടിക് പ്രഷർ കൊണ്ടാണ് സൂചിപ്പിക്കുന്നത്, പൈ. അപ്പോൾ നമുക്ക് ഈ ഒരു CRT ഇല്ലേ, അതായത് മൊളാരിറ്റിയാണ് C എന്ന് പറയുന്ന അക്ഷരം കൊണ്ട് സൂചിപ്പിക്കുന്നത്. അപ്പോൾ C യെ നമുക്ക് N/V എന്ന് പറയാം. N എന്ന് പറയുന്നത് നമ്പർ ഓഫ് മോൾസ് ഓഫ് ദ സൊല്യൂട്ട് ആൻഡ് V ഈസ് എ വോളിയം. അപ്പോൾ N/V × RT ആണ് നമ്മുടെ പൈ എന്ന് പറയുന്നത്. അപ്പോൾ അതിന് നമ്മൾ ഇങ്ങനെയും നമുക്ക് എഴുതാം, ഓർ പൈ പ്രപ്പോർഷണൽ ടു N. അവിടെ വിയും ടിയും കോൺസ്റ്റൻ്റ് ആയിട്ട് വരുമ്പോൾ നമ്മുടെ ഓസ്മോട്ടിക് പ്രഷർ ഈസ് പ്രപ്പോർഷണൽ ടു നമ്പർ ഓഫ് മോൾസ് ഓഫ് ദ സൊല്യൂട്ട്. ഓക്കെ, ഇത്രയും ഓക്കെ ആണല്ലോ. അപ്പോൾ നമുക്ക് ഓസ്മോട്ടിക് പ്രഷർ ഓഫ് ദ സൊല്യൂഷൻ അറ്റ് എ ഗിവൺ ടെമ്പറേച്ചർ ഈസ് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു ദ നമ്പർ ഓഫ് മോൾസ് ഓഫ് ദ സൊല്യൂട്ട് പാർട്ടിക്കിൾസ് അറ്റ് ഗിവൺ വോളിയം ഓഫ് സൊല്യൂഷൻ. അപ്പോൾ നമുക്ക് ടെമ്പറേച്ചറും വോളിയം ഒക്കെ കോൺസ്റ്റൻ്റ് ആയിരിക്കുന്ന സമയത്ത് നമ്മുടെ ഓസ്മോട്ടിക് പ്രഷർ എപ്പോഴും ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു ദ നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് ആയിരിക്കും. അപ്പോൾ അതാണ് നമ്മുടെ ഈ ഒരു വാൻ ഹൂഫ് തിയറി പറയുന്നത്. അപ്പോൾ ഇതിനെ നമുക്ക് വേറൊരു രീതിയിൽ എഴുതാം. പൈ V ഈസ് ഇക്വൽ ടു NRT. ഇവിടെ പൈ എന്ന് പറയുന്നത് എന്താണ്, ഓസ്മോട്ടിക് പ്രഷർ അല്ലേ. പൈ V ഈസ് ഇക്വൽ ടു NRT ആണ്. ആ വാൻ ഹൂഫ് ഇക്വേഷൻ വെച്ചിട്ട് നമുക്ക് N എന്ന് പറയുന്നത്, Nൻ്റെ വാല്യൂ എന്ന് പറയുന്നത് WB ഡിവൈഡ്, അതായത് നമ്പർ ഓഫ് മോൾസ് എന്ന് പറയുന്നത് നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് എന്ന് പറയുന്നത് WB/MB ആണ്. നമുക്ക് ഓൾറെഡി അറിയാമെന്നുള്ള കാര്യമാണ്. അപ്പം WB എന്ന് പറയുന്ന മാസ് ഓഫ് സൊല്യൂട്ടും MB എന്ന് പറയുന്ന മോളിക്കുലർ മാസ് ഓഫ് സൊല്യൂട്ടുമാണ് അല്ലേ. അപ്പോൾ പൈ V ഈസ് ഇക്വൽ ടു നമ്മൾ ആ Nൻ്റെ സ്ഥാനത്ത് ഈ WB/MB കൊടുത്താൽ മതി. അപ്പോൾ WB/MB RT. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് MB കണ്ടുപിടിക്കാൻ അറിയാമല്ലോ, അതായത് മോളിക്കുലർ മാസ് കണ്ടുപിടിക്കാമല്ലോ. മോളിക്കുലർ മാസ് എന്ന് പറയുമ്പോൾ WB/RT ഡിവൈഡഡ് ബൈ പൈ V ആയിരിക്കും. അപ്പോൾ ഈ ഒരു ഇക്വേഷൻ വെച്ചിട്ട് നമുക്ക് മോളിക്കുലർ മാസ് ഓഫ് സൊല്യൂട്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ ഈ ഓസ്മോട്ടിക് പ്രഷറിൻ്റെ ഈ ഒരു ഇക്വേഷൻ വെച്ചിട്ട് നമുക്ക് മെയിനായിട്ട് മോളിക്കുലർ മാസ്സാണ് ഇതിനെ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ, കോളിഗേറ്റീവ് പ്രോപ്പർട്ടീസ് വെച്ചിട്ട് നമുക്ക് മോളിക്കുലർ മാസ് ആ ഒരു സൊല്യൂട്ടിൻ്റെ മോളിക്കുലർ മാസ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഇതെന്ന് പറയുന്നത് എസ്പെഷ്യലി പോളിമേഴ്സ്, മാക്രോ മോളിക്യൂൾസ്, അതുപോലെ സ്ലൈറ്റ്ലി സോളുബിൾ ആയിട്ടുള്ള സബ്സ്റ്റൻസ്, ഇതിൻ്റെയൊക്കെ നമുക്ക് ഓസ്മോട്ടിക് പ്രഷർ നമുക്ക് മോർ ആക്യുറേറ്റ് ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് ഐസോട്ടോണിക് സൊല്യൂഷനാണ്. ഐസോട്ടോണിക് സൊല്യൂഷൻ എന്ന് പറയുമ്പോൾ എന്താണെന്ന് നമുക്ക് നോക്കാം. ഐസോട്ടോണിക് സൊല്യൂഷൻ എന്ന് പറയുന്നത് ടു സൊല്യൂഷൻ ഹാവിംഗ് ദ സെയിം ഓസ്മോട്ടിക് പ്രഷർ അറ്റ് എ ഗിവൺ ടെമ്പറേച്ചർ ആർ സെറ്റ് ടു ബി ഐസോട്ടോണിക്. ഐസോട്ടോണിക് എന്ന് പറയുമ്പോൾ നമുക്ക് അതായത് രണ്ട് സൊല്യൂഷനിൽ സെയിം ഓസ്മോട്ടിക് പ്രഷർ ആണെങ്കിൽ ഒരു ഗിവൺ ടെമ്പറേച്ചർ, അതിലെയാണ് ഐസോട്ടോണിക് സൊല്യൂഷൻ എന്ന് പറയുന്നത്. നമുക്കിപ്പോൾ രണ്ട് ഐസോട്ടോണിക് ആയിട്ടുള്ള സൊല്യൂഷൻ എടുത്തു, സെയിം ടെമ്പറേച്ചർ, നമുക്ക് W1G ഇസ് ഇക്വൽ ടു W1Gയും W2G ടു സൊല്യൂട്ട്സ് ആണെങ്കിൽ അതിൻ്റെ സൊല്യൂഷൻ എന്ന് പറയുന്നത്, സൊല്യൂഷൻ്റെ ഈ ഒരു മോളാർ വെയിറ്റ് എന്ന് പറയുന്നത് M1 M2 ആണെങ്കിൽ നമ്മൾ W1/M1 ഇസ് ഇക്വൽ ടു W2/M2 ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഹൈപ്പർടോണിക് ആൻഡ് ഹൈപ്പോട്ടോണിക് സൊല്യൂഷൻ കൂടെ നോക്കാം. ഹൈപ്പർടോണിക് സൊല്യൂഷൻ എന്ന് പറയുമ്പോൾ സെയിം ടെമ്പറേച്ചറിൽ ഈ ഒരു ടു സൊല്യൂഷൻ, ഔട്ട് ഓഫ് ടു സൊല്യൂഷൻ ദ വൺ ഹാവിങ് ദ ഹയർ ഓസ്മോട്ടിക് പ്രഷർ ഈസ് സെറ്റ് ടു ബി ഹൈപ്പർടോണിക്. അപ്പോൾ രണ്ട് സൊല്യൂഷൻ എടുത്തു, സെയിം ടെമ്പറേച്ചറുള്ള ഒന്നിന് ഓസ്മോട്ടിക് പ്രഷർ ഹൈ ആണെങ്കിൽ അതിനെ ഹൈപ്പർടോണിക് സൊല്യൂഷൻ എന്ന് പറയും. ടെമ്പറേച്ചർ ലോ ആയിട്ടുള്ളത്, അതായത് ഏതെങ്കിലും ഒന്നിന് ടെമ്പറേച്ചർ ലോ ആണെങ്കിൽ, ലോവർ ഓസ്മോട്ടിക് പ്രഷർ ആണെങ്കിൽ അത് ഹൈപ്പോട്ടോണിക് ആണ്. ഓക്കെ, ഓസ്മോട്ടിക് പ്രഷർ ഹൈ ആയിട്ടുള്ളത്
ഹൈപ്പർടോണിക്കും ഓസ്മോട്ടിക് പ്രഷർ ലോവർ ആയിട്ടുള്ളത് ഹൈപ്പോടോണിക്കുമാണ്. ഇത്രയും ഓക്കെ ആണല്ലോ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ഈ ഒരു ഓസ്മോസിസിൻ്റെ പോർഷനിൽ, ഓസ്മോട്ടിക് പ്രഷറിൻ്റെ ആ ഒരു പോർഷനിൽ നമ്മൾ പഠിക്കുന്നത്. നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് അബ്നോർമൽ മോളാർ മാസ്. അപ്പോൾ നമ്മൾ ഈ ഒരു സൊല്യൂഷൻ്റെ ലാസ്റ്റ് പോർഷനിൽ നമ്മൾ നോക്കുന്ന കാര്യങ്ങളാണ്. കോളിഗേറ്റീവ് പ്രോപ്പർട്ടി നമ്മൾ എന്താണെന്ന് പഠിച്ചു. അതുപോലെ നമ്മൾ നെക്സ്റ്റ് നോക്കാൻ പോകുന്നതാണ് അബ്നോർമൽ മോളാർ മാസ്. അബ്നോർമൽ മോളാർ മാസ് എന്താണെന്ന് നമുക്ക് നോക്കാം. Abnormal molar mass. Sometimes the molecular mass determined by the colligative properties are different from normal values. The wrong values of molar mass obtained from colligative properties are called abnormal molecular mass. അതായത് നമ്മുടെ ആക്ച്വൽ മോളിക്കുലർ മാസിൽ നിന്ന്, അതായത് ഈ ഒരു കോളിഗേറ്റീവ് പ്രോപ്പർട്ടീസ് ഉള്ള ഡിറ്റർമൈൻ ചെയ്യുമ്പോൾ നോർമൽ വാല്യൂസിൽ നിന്ന് ഡിഫറെൻ്റ് ആയിട്ട് മാറും. അങ്ങനെ റോങ് ആയിട്ട് വരുന്ന മോളാർ മാസിനെയാണ്, ഇങ്ങനെ കോളിഗേറ്റീവ് പ്രോപ്പർട്ടീസിൽ വരുന്ന മോളാർ മാസിനെയാണ് അബ്നോർമൽ മോളിക്കുലർ മാസ് എന്ന് പറയുന്നത്. ഇത് രണ്ട് തരത്തിൽ വരാം. അസോസിയേഷൻ ഓഫ് സൊല്യൂട്ട് മോളിക്യൂൾസ് ഓർ ഡിസോസിയേഷൻ ഓഫ് സൊല്യൂട്ട് മോളിക്യൂൾസ്. അപ്പോൾ അസോസിയേഷൻ ഓഫ് സൊല്യൂട്ട് മോളിക്യൂൾസ് എന്ന് പറയുമ്പോൾ ദർ ആർ മെനി ഓർഗാനിക് സൊല്യൂട്ട്സ് വിച്ച് അണ്ടർഗോ അസോസിയേഷൻ ഇൻ നോൺ അക്വസ് സൊല്യൂഷൻ. അതായത് നമ്മൾ 2 or more സൊല്യൂട്ട് മോളിക്യൂൾസ് അസോസിയേറ്റ് ടു ഫോം എ സിംഗിൾ മോളിക്യൂൾ. അതായത് 2 അതിലധികമോ മോളിക്യൂൾസ് ഒരുമിച്ച് ചേർന്നിട്ട് ഒരു സിംഗിൾ മോളിക്യൂളായിട്ട് മാറുമ്പോഴാണ് ഈ ഒരു സൊല്യൂട്ട് മോളിക്യൂൾസിൻ്റെ അസോസിയേഷൻ നടക്കുമ്പോൾ ചിലപ്പോൾ ഇതിൻ്റെ അബ്നോർമൽ മോളിക്കുലർ മാസ് വരാം. അതായത് നമ്മൾ ചില കേസുകളിൽ എടുത്തു കഴിഞ്ഞാൽ നമ്പർ ഓഫ് എഫക്റ്റീവ് പാർട്ടിക്കിൾസ് ഡിക്രീസസ് ആൻഡ് കൺസിക്വൻ്റ്ലി ദ കോളിഗേറ്റീവ് പ്രോപ്പർട്ടീസ് ആർ മച്ച് സ്മോളർ ദാൻ ദ കാൽക്കുലേറ്റഡ് ഓൺ ദ ബേസിസ് ഓഫ് സിംഗിൾ മോളിക്യൂൾസ്. അപ്പോൾ നമ്മൾ ആ ഒരു കോളിഗേറ്റീവ് പ്രോപ്പർട്ടീസ് നോക്കുമ്പോൾ, അതായത് 2 അതിലധികം മോളിക്യൂൾസ് അസോസിയേറ്റ് ചെയ്യുമ്പോൾ ഒരു സിംഗിൾ മോളിക്യൂളായിട്ട് മാറുമല്ലോ. അപ്പോൾ അതിൻ്റെ ഈ ഒരു മോളിക്കുലർ മാസ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ അത് എന്തുവാണ്, വളരെ സ്മോളറായിട്ട് നമുക്ക് കാണാം. അങ്ങനെ അസോസിയേഷൻ ബിറ്റ്വീൻ ദ മോളിക്യൂൾസ് ഈസ് ജനറലി ഡ്യൂ ടു ഹൈഡ്രജൻ ബോണ്ടിങ് കൊണ്ടാണ് ഉണ്ടാകുന്നത്. നമ്മൾ എക്സാമ്പിൾ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു കാർബോക്സിലിക് ആസിഡ്, ആൽക്കഹോൾ, ഫീനോൾസ് അതൊക്കെ ഹൈഡ്രജൻ ബോണ്ട്സ് ഫോം ചെയ്യാം. എക്സാമ്പിളായിട്ട് നമ്മൾ അസറ്റിക് ആസിഡ് ഇല്ലേ, അസറ്റിക് ആസിഡിൻ്റെ സൊല്യൂഷൻ എടുത്തു കഴിഞ്ഞാൽ അത് ബെൻസീനിൽ അസറ്റിക് ആസിഡ് എന്തുവാണ്, അതിൻ്റെ മോളിക്കുലർ മാസ് 118 ആണ്, അതായത് 118. അപ്പോൾ അതിൻ്റെ നോർമൽ വാല്യൂ എന്ന് പറയുന്നത്, നോർമൽ മോളാർ മാസ് എന്ന് പറയുന്നത് 60 ആണ്. അപ്പോൾ അതിൽ നമ്മൾ നോക്കുമ്പോൾ ഒരു എന്തുവാണ്, ഒരു 118 ആണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇവിടെയാണെങ്കിൽ എന്തുവാണ്, ഇതിൽ വ്യത്യാസമുണ്ടല്ലോ, അതായത് മോളിക്കുലർ മാസിൽ നിന്ന് അതിൻ്റെ ആക്ച്വൽ മാസിൽ നിന്ന് എന്തുവാണ് ഡിഫറെൻ്റ് ഉണ്ട് അല്ലേ. അപ്പോൾ അത് അസോസിയേഷൻ കൊണ്ടാണ് ഉണ്ടാകുന്നത്. അതുപോലെ നമ്മൾ ബെൻസോയിക് ആസിഡിൻ്റെ കേസ് എടുത്തു കഴിഞ്ഞാൽ, ബെൻസോയിക് ആസിഡിൻ്റെ ഡയമർ എടുത്തു കഴിഞ്ഞാലും അവിടെ ഈ ഒരു ബെൻസീനിൽ ഇത് ഡിസോൾവ് ചെയ്യുമ്പോഴും ഇതുപോലെ ഇതിൻ്റെ മോളിക്കുലർ മാസ് ഡബിൾ ചെയ്യാൻ പറ്റും. അതായത് നോർമൽ വാല്യൂവിൽ നിന്ന് അതിൻ്റെ മോളിക്കുലർ മാസ് ഡബിൾ ആവാൻ ചാൻസ് ഉണ്ട്. ഇതിന് കാരണം എന്ന് പറഞ്ഞാൽ ഹൈഡ്രജൻ ബോണ്ടിങ് ആണ് ഇതിൻ്റെ കാരണം. അപ്പോൾ അതാണ് അസോസിയേഷൻ എന്ന് പറയുന്നത്, അതാണ് അബ്നോർമൽ മോളാർ മാസ് വരുന്നത്. അപ്പോൾ അസോസിയേഷൻ കൊണ്ടുവരാം, പിന്നെ ഡിസോസിയേഷൻ കൊണ്ടുവരാം. സൊല്യൂട്ട് മോളിക്യൂൾസിന് ഡിസോസിയേഷൻ വരുമ്പോൾ വരാമെന്ന് പറഞ്ഞല്ലോ, ഈ അബ്നോർമൽ കണ്ടീഷൻ വരാമെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഡിസോസിയേഷൻ കൊണ്ടാണെങ്കിൽ, അപ്പോൾ നമ്മൾ അസോസിയേഷൻ പഠിച്ചു. നെക്സ്റ്റ് ഡിസോസിയേഷൻ കൊണ്ടാണെങ്കിൽ സോലുബിൾ ആയിട്ടുള്ള സോൾട്ട്സ്, ആസിഡ്, ബേസ് ഇതിനൊക്കെ ഒരു അയോണിക് സൊല്യൂഷൻ ആവാനുള്ള, അയണൈസ് ചെയ്യാനുള്ള, ആ സൊല്യൂഷൻ അയണൈസ് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി കാണിക്കും. അപ്പോൾ 1 നോർമൽ മോളിക്യൂൾസ് ഗീവ്സ് റൈസ് ടു 2 or more ions. As a result, number of solute particles increases than the normal value. ഇവിടെ സൊല്യൂട്ട് പാർട്ടിക്കിൾസ് നോർമൽ വാല്യൂവിനേക്കാൾ ഇൻക്രീസ് ചെയ്യാം. അങ്ങനെ വരുമ്പോൾ എന്തുവാണ്, ഫോർ എക്സാമ്പിൾ നമ്മളിപ്പം സോഡിയം ക്ലോറൈഡ്, അതുപോലെ പൊട്ടാഷ്യം ക്ലോറൈഡിൻ്റെയൊക്കെ കേസ് എടുത്തു കഴിഞ്ഞാൽ, സോഡിയം ക്ലോറൈഡ്, പൊട്ടാസ്യം ക്ലോറൈഡൊക്കെ അക്വ സൊല്യൂഷനിൽ നമ്മൾ റിയാക്ട് ചെയ്യും. ആ ഒരു റിയാക്ഷൻ എന്ന് പറയുന്നത് സോഡിയം ക്ലോറൈഡിൻ്റെ കേസ് ആണെങ്കിൽ Na+ഉം Cl- മാറും അല്ലേ. അപ്പോൾ ഈ ഒരു, അതുപോലെ തന്നെ പൊട്ടാഷ്യം ക്ലോറൈഡിൻ്റെ കേസ് എടുത്തു കഴിഞ്ഞാൽ KCl gives K+Cl-, അതായത് പോസിറ്റീവ് നെഗറ്റീവ് ആയിട്ടുള്ള അയോൺസ് ഫോം ചെയ്യും ആണല്ലോ. അപ്പോൾ ഇൻ സച്ച് കേസസ്, ബിക്കോസ് ദ നമ്പർ ഓഫ് എഫക്റ്റീവ് പാർട്ടിക്കിൾസ് ഇൻക്രീസസ്, ദ കോളിഗേറ്റീവ് പ്രോപ്പർട്ടീസ് ആർ മച്ച് ഹയർ ദാൻ ദാറ്റ് കാൽക്കുലേറ്റഡ് ഓൺ ദ ബേസിസ് ഓഫ് അൺഡിസോസിയേറ്റഡ് സിംഗിൾ മോളിക്യൂൾ. അപ്പോൾ ഒബ്സേർഡ് മോളിക്കുലർ മാസ് നമ്മൾ എടുക്കുമ്പോൾ ലോവർ ആയിട്ടായിരിക്കും വരുന്നത്. അതാണ് ഇവിടുത്തെ കേസ്. മറ്റിടത്ത് ഹയർ ആയിട്ട് വരും, ഇവിടെ ഒബ്സേർഡ് ആയിട്ടുള്ള മോളിക്കുലർ മാസ് എന്തുവാണ്, ലോവർ ആയിട്ടായിരിക്കും വരുന്നത്. അതാണ് ഇവിടുത്തെ കേസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും ക്ലിയർ ആണല്ലോ. അബ്നോർമൽ മോളാർ മാസ് വരുന്നത്, മോളിക്കുലർ മാസ് വരുന്നത് അസോസിയേഷൻ, സൊല്യൂട്ട് മോളിക്യൂൾ അസോസിയേറ്റ് ചെയ്ത് വരുമ്പോഴും വരും. ഡിസോസിയേഷൻ എന്ന് പറഞ്ഞാൽ ഇത് സ്പ്ലിറ്റ് ആവുക.
അതായത് NaCl ആണെങ്കിൽ Na പ്ലസും Cl മൈനസും ആയിട്ട് അയോൺസ് ആയിട്ട് മാറും. ആ സമയത്ത് എന്തുവാണ് ഈ ഒരു കാൽക്കുലേറ്റഡ് വാല്യൂവിനേക്കാളും എന്തുവാണ് കോളിഗേറ്റീവ് പ്രോപ്പർട്ടീസ് ഉള്ള അവയ്ക്ക് മോർ ഹയർ വാല്യൂ ആയിട്ടായിരിക്കും വരുന്നത്. അപ്പോൾ ഒബ്സർവ്ഡ് ആയിട്ടുള്ള മോളിക്കുലർ മാസ് ലോവർ ആയിട്ട് വരും. ആ ഒരു കേസാണ് ഡിസോസിയേഷൻ എന്ന് പറയുന്നത്. ഇനി നമ്മൾ വാൻ ഹൂഫ് ഫാക്ടർ എന്താണെന്ന് നോക്കാം. അപ്പോൾ ഈ നമ്മൾ അസോസിയേഷനും ഡിസോസിയേഷനും പഠിച്ചല്ലോ. ഡിസോസിയേഷൻ്റെ കേസിലാണെങ്കിൽ ഒബ്സർവ്ഡ് മോളിക്കുലർ വെയിറ്റ് ലോവർ വാല്യൂ നോർമൽ വെയ്റ്റിനേക്കാളും ലോവർ വാല്യൂ ആണെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അങ്ങനെ വരുന്ന അവസരങ്ങളിൽ നമ്മൾ ഈ വാൻ ഹൂഫ് എന്ന് പറയുന്ന ഒരു സയൻറ്റിസ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്ത ഫാക്ടറാണ് വാൻ ഹൂഫ് ഫാക്ടർ എന്ന് പറയുന്നത്. വാൻ ഹൂഫ് ഫാക്ടർ ഇറ്റ് ഈസ് ദ റേഷ്യോ ഓഫ് ഒബ്സർവ്ഡ് കോളിഗേറ്റീവ് പ്രോപ്പർട്ടി ഇതാണ് നോർമൽ ഓർ തിയററ്റിക്കൽ കോളിഗേറ്റീവ് പ്രോപ്പർട്ടി. അപ്പോൾ നമ്മൾ I എന്ന് പറയുന്ന ലെറ്റർ കൊണ്ടാണ് ഈ ഒരു വാൻ ഹൂഫ് ഫാക്ടറിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നോർമൽ എന്ന് പറഞ്ഞാൽ തിയററ്റിക്കൽ വാല്യൂ, നോർമൽ മോളിക്കുലർ മാസിനെ ഒബ്സർവ്ഡ് മോളിക്കുലർ മാസ് കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് Iയുടെ വാല്യൂ കിട്ടും. അപ്പോൾ ഈ ഒരു ഇക്വേഷൻ മാറിപ്പോരുത്. നോർമൽ ഓർ തിയററ്റിക്കൽ മോളിക്കുലർ മാസ് ഡിവൈഡഡ് ബൈ ഒബ്സർവ്ഡ് മോളിക്കുലർ മാസ്. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ ഒബ്സർവ്ഡ്, അതായത് I = ഒബ്സർവ്ഡ് കോളിഗേറ്റീവ് പ്രോപ്പർട്ടി ഡിവൈഡഡ് ബൈ തിയററ്റിക്കൽ കോളിഗേറ്റീവ് പ്രോപ്പർട്ടി. അപ്പോൾ ഒന്ന് എന്തുവാണ് മുകളിലും മറ്റേ താഴെയായിട്ട് വരും. നേരെ ഓപ്പോസിറ്റാണ് അടുത്തത്. കോളിഗേറ്റീവ് പ്രോപ്പർട്ടിയുടെ കേസ് വരുമ്പോൾ നേരെ തിരിച്ചാണ്, ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ് കേട്ടോ. അപ്പം കോളിഗേറ്റീവ് പ്രോപ്പർട്ടി വേരിയസ് ഇൻവേഴ്സ്ലി ആസ് എ മോളിക്കുലർ വെയിറ്റ് ഓഫ് ദ സൊല്യൂട്ട്. അപ്പോൾ നമുക്ക് ഇത് സൊല്യൂട്ട് ഡിസോസിയേഷനാണ് കാണിക്കുന്നതെങ്കിൽ വാൻ ഹൂഫ് ഫാക്ടർ I ഈസ് ഗ്രേറ്റർ ദാൻ 1 ആയിരിക്കും. ഓക്കെ, ഡിസോസിയേഷൻ ആണെങ്കിൽ. അസോസിയേഷൻ ആണെങ്കിൽ വാൻ ഹൂഫ് ഫാക്ടർ I ഈസ് ലെസ് ദാൻ 1. ഓക്കെ, ഇനി അസോസിയേഷനും ഇല്ല ഡിസോസിയേഷനും ഇല്ല. ഫോർ സൊല്യൂട്ട് ഷോയിങ് നോ അസോസിയേഷൻ ഓർ ഡിസോസിയേഷൻ വാൻ ഹൂഫ് ഫാക്ടർ എന്ന് പറയുമ്പോൾ I = 1 ആയിരിക്കും. അപ്പോൾ അതാണ് നമ്മൾ നോക്കുന്ന കേസ്. ഇത്രയും ഓക്കെ ആണല്ലോ. അപ്പോൾ നമുക്ക് വാൻ ഹൂഫ് ഫാക്ടറിൻ്റെ ഭാഗം ക്ലിയറായി. അപ്പോൾ വാൻ ഹൂഫ് ഫാക്ടർ എന്ന് പറയുമ്പോൾ നമുക്ക് വേറൊരു രീതിയിൽ എഴുതാം. I = number of particle after dissociation divided by number of particle before dissociation. അങ്ങനെയും എഴുതാം. അപ്പോൾ നമുക്ക് മൂന്ന് ഇക്വേഷൻസ് ഉണ്ട്. ഒന്നാമത്തത് നോർമൽ ഓർ തിയററ്റിക്കൽ മോളിക്കുലർ മാസ് ഡിവൈഡഡ് ബൈ ഒബ്സർവ്ഡ് മോളിക്കുലർ മാസ്. രണ്ടാമത്തതെന്ന് പറഞ്ഞാൽ ഒബ്സർവ്ഡ് ആയിട്ടുള്ള കോളിഗേറ്റീവ് പ്രോപ്പർട്ടി ഡിവൈഡഡ് ബൈ തിയററ്റിക്കൽ കോളിഗേറ്റീവ് പ്രോപ്പർട്ടി. നെക്സ്റ്റ് ദിസ് ഇസ് I = number of particles after dissociation divided by number of particles before dissociation. ഓക്കെ, അപ്പം നമുക്ക് എന്തുവാണ് ഈ ഒരു വാൻ ഹൂഫ് ഫാക്ടർ ഈ ഒരു കോളിഗേറ്റീവ് പ്രോപ്പർട്ടിയിൽ നമ്മൾ മോഡിഫൈ ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും? ഈ 3 കോളിഗേറ്റീവ് പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണ് നമ്മൾ പഠിച്ചല്ലോ. റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ, എലിവേഷൻ ഓഫ് ബോയിലിംഗ് പോയിൻറ്റ്, ഡിപ്രഷൻ ഓഫ് ഫ്രീസിംഗ് പോയിൻറ്റ് ആൻഡ് ഓസ്മോട്ടിക് പ്രഷർ. അപ്പോൾ നമ്മൾ ഈ ഒരു വാൻ ഹൂഫ് ഫാക്ടർ വെച്ചിട്ട് നമ്മൾ ആ ഒരു ഇക്വേഷൻസിനെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിക്കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും? അത് നമ്മൾ റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷറിൻ്റെ കേസിൽ P0A - PA ഡിവൈഡഡ് ബൈ P0A = NB / NA ആണെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അവിടെ ആ ഒരു I കൊടുത്താൽ മതി. അതായത് P0A - PA ഡിവൈഡഡ് ബൈ P0A = I × NB / NA. അതായിരിക്കും റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ ഇൻ ദ കേസ് ഓഫ് ഈ ഒരു വാൻ ഹൂഫ് ഫാക്ടർ. അടുത്ത എലിവേഷൻ ഓഫ് ബോയിലിംഗ് പോയിന്റ് വരുമ്പോൾ ∆Tb = KB × M അല്ലേ നമ്മുടെ ഇക്വേഷൻ. അപ്പോൾ നമുക്ക് ഈ ഒരു വാൻ ഹൂഫ് ഫാക്ടർ വരുമ്പോൾ ∆Tb = I × KB M വരും. അതുപോലെ എന്തുവാണ് ഡിപ്രഷൻ ഓഫ് ഫ്രീസിംഗ് പോയിൻ്റ് ആണെങ്കിൽ ഇലക്ട്രോലൈറ്റ്സിൻ്റെയൊക്കെ കേസിൽ എടുത്തു കഴിഞ്ഞാൽ ∆Tf = I × KFM. ഓക്കെ, നെക്സ്റ്റ് ഓസ്മോട്ടിക് പ്രഷർ ആണെങ്കിൽ ∅V = NRT അല്ലേ നമ്മൾ പഠിച്ച NBRT. അപ്പോൾ ∅V = I × NBRT. അങ്ങനെ ആയിരിക്കും നമ്മുടെ ഈ ഒരു കേസിൽ വരുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ പഠിച്ചത്. അപ്പോൾ ഈ സൊല്യൂഷൻ്റെ ഈ ഒരു ചാപ്റ്റർ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്ററാണ്. ഇതിൽ കോളിഗേറ്റീവ് പ്രോപ്പർട്ടി എന്താണെന്നുള്ളത് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കിയിരിക്കുക. അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു അബ്നോർമൽ മോളാർ മാസ് അതും മനസ്സിലാക്കിയിരിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഒരു ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ ഓഫ് ഇലക്ട്രോലൈറ്റിലെ അപ്പം ആ ഒരു കേസ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദ ഫ്രാക്ഷൻ ഓഫ് മോളിക്യൂൾസ് വിച്ച് അണ്ടർഗോസ് ഡിസോസിയേഷൻ. ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ എന്ന് പറയുമ്പോൾ ആൽഫ എടുത്തു കഴിഞ്ഞാൽ I - 1 ഡിവൈഡഡ് ബൈ N - 1 ആൻഡ് വാൻ ഹൂഫ് ഫാക്ടർ I = 1 + N - 1. N - 1 ആൽഫ ഡിവൈഡഡ് ബൈ 1 ആയിരിക്കും. അപ്പോൾ നമുക്ക് ആ ഒരു വാല്യൂ കൊടുത്തു കഴിഞ്ഞാൽ അപ്പോൾ ഇവിടെ N എന്ന് പറയുന്ന നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ഫോംഡ് ഫ്രം 1 മോളിക്യൂൾ ഓഫ് ഇലക്ട്രോലൈറ്റ്. ആ ഇലക്ട്രോലൈറ്റിൻ്റെ ഒരു മോളിക്യൂളിൻ്റെ ആ ഒരു നമ്പർ ഓഫ് പാർട്ടിക്കിൾസാണ് നമ്മൾ N ആയിട്ട് എടുക്കുന്നത്. അപ്പോൾ നമ്മൾ എക്സാമ്പിളായിട്ട് നമ്മൾ NaClൻ്റെ കേസ് എടുത്തു കഴിഞ്ഞാൽ
എന്നിൻ്റെ വാല്യൂ എത്രയായിരിക്കും? 2 ആണ് എന്നിൻ്റെ വാല്യൂ. അതായത് നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് വരുന്നത്, ഒരു മോളിക്യൂളിലെ പാർട്ടിക്കിൾസ് എന്ന് പറയുന്നത് അവിടെ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് NaClൻ്റെ കേസിൽ 2 ആണ് വരുന്നത്. അപ്പോൾ BaCl2ൻ്റെ കേസിലാണെങ്കിലോ Ba എന്ന് പറയുന്നതുകൊണ്ട് ക്ലോറിൻ 2 മോളിക്യൂളുണ്ട്. അപ്പോൾ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് എത്രയാണ്? 3 ആണ് വരുന്നത്. അപ്പോൾ നമുക്ക് ആ ഒരു ഇക്വേഷൻ I = 1 + n - 1 × α/1 ആ ഒരു ഇക്വേഷൻ കൊടുത്താൽ മതി. അപ്പോൾ ഈ ഒരു ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ ഓഫ് ഇലക്ട്രോലൈറ്റിൻ്റെ കേസ് മനസ്സിലായല്ലോ. അപ്പോൾ ഈ ഒരു ചാപ്റ്റർ വളരെ ഇമ്പോർട്ടൻറ്റ് ചാപ്റ്ററാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ പറഞ്ഞ കാര്യങ്ങളെല്ലാം ക്ലിയർ ആയിട്ട് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് പഠിപ്പിച്ച ചാപ്റ്റേഴ്സ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അതോടൊപ്പം തന്നെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ അമർത്തുക. ഇതിൽ ഓൾ എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് കാണാൻ പറ്റും. അതോടൊപ്പം തന്നെ ലൈക്ക്, കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. നമ്മുടെ ഫേസ്ബുക്ക് പേജും ഇൻസ്റ്റാഗ്രാം പേജും ഒക്കെ ഉണ്ട്. നിങ്ങൾക്ക് അക്കൗണ്ട് ഉണ്ടെങ്കിൽ ഫോളോ ചെയ്യുക. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.